Dear students, good morning to all. Welcome to social science class. Okay, our previous class we discussed the first chapter in our social science, A Road to History. In that chapter, we already discussed some of the topic, the prehistoric period and historic period. What is prehistoric period? It is the period before the art of writing. Okay, what is historic period? It is the period after the art of writing. These are the important two topics in this chapter: prehistoric period and historic period. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് മ്യൂസിയമാണ്. വാട്ട് ഈസ് മ്യൂസിയം? എന്താണ് മ്യൂസിയം? We know that museum that keeps the objects or their remains. അല്ലേ? മ്യൂസിയം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ആ മ്യൂസിയത്തിൽ പോയാൽ എന്താ കാണുന്നത്? സം ഓഫ് ദ ഒബ്ജക്ട്സ്, ചില വസ്തുക്കളാണ് കാണുന്നത്. ഓർ ദെയർ റിമൈൻസ്, അല്ലെങ്കിൽ അതിൻ്റെ റിമൈൻസ്, അല്ലെ, ശേഷിപ്പുകളായിരിക്കും അവിടെ കാണുന്നത്. ദീസ് ആർ പ്രിസർവ്ഡ് ഇൻ എ മ്യൂസിയം. അല്ലെ, ഇതാണ് മ്യൂസിയത്തിൽ സംരക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഫോർ വാട്ട് പർപ്പസ്? എന്തിനു വേണ്ടിയാണ്, എന്ത് കാര്യത്തിനാണ് ദീസ് ഒബ്ജക്ട്സ് പ്രിസർവ്ഡ് ഇൻ എ മ്യൂസിയം? അല്ലെ, ഈ ഒബ്ജക്റ്റുകൾ എന്തിന് മ്യൂസിയത്തിൽ പ്രിസർവ് ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ്, അല്ലെ, എന്തുകൊണ്ടാണ്? ദേ ആർ ഗിവ്, അല്ലെ, ദേ വർ ഗിവ് valuable information about the past. അല്ലെ, ഈ സാധനങ്ങൾ, ഈ ഒബ്ജക്റ്റുകളും ആൻഡ് അതർ റിമൈൻസ്, അല്ലെ, ചില ശേഷിപ്പുകളും ഒക്കെ എന്ത് നൽകുന്നു? വാല്യബിൾ ഇൻഫർമേഷൻ അബൌട്ട് ദി പാസ്റ്റ്. പാസ്റ്റിനെ കുറിച്ചിട്ടുള്ള വാല്യബിൾ ഇൻഫർമേഷൻ നൽകുന്നു എന്നും നമ്മൾ പറഞ്ഞു. ഇതേപോലെ ഈ ഒബ്ജക്റ്റുകളെ പോലെ സം ഓഫ് ദ പാലസസ്, some of the old buildings, some of the forts, these all are preserved. അല്ലേ, ഇതെല്ലാം സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? ബിക്കോസ് ഇറ്റ് ഗിവ് വാല്യുബിൾ ഇൻഫർമേഷൻ അബൌട്ട് ദി പാസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക്, അല്ലേ, നമ്മളെല്ലാവരും സ്കൂളിലാണെങ്കിൽ, ഞാനും നിങ്ങളും എല്ലാവരും സ്കൂളിലാണെങ്കിൽ, നമ്മളൊരു സ്കൂളിൽ ഒരു മ്യൂസിയം ഉണ്ടാക്കാൻ പോകുന്നു. എന്തുണ്ടാക്കാൻ പോകുന്നു? മ്യൂസിയം ഉണ്ടാക്കാൻ പോകുന്നു. അങ്ങനെ ഒരു സ്കൂളിൽ ഒരു മ്യൂസിയം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ഒബ്ജക്റ്റുകളായിരിക്കും അവിടെ കൊണ്ടുവരിക? അല്ലേ, എന്തൊക്കെ ഒബ്ജക്റ്റുകളായിരിക്കും നമ്മൾ സ്കൂളിലോട്ട് കൊണ്ടുവരിക ആ ഒരു മ്യൂസിയത്തിൽ വെക്കാനും വേണ്ടി? എന്തൊക്കെ ഒബ്ജക്റ്റുകളായിരിക്കും? ഓക്കെ, അതൊന്ന് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യോ. എന്തൊക്കെ ഒബ്ജക്റ്റുകൾ നിങ്ങൾ കൊണ്ടുവരും മ്യൂസിയത്തിൽ? ഓക്കെ, നമുക്ക് ഒരുമിച്ച് പറയാം, അല്ലേ. ഓൾഡ് ടൂൾസ്, പഴയ ഉപകരണങ്ങൾ കൊണ്ടുവരില്ലേ? അല്ലേ, പഴയ പല സാധനങ്ങളും നിങ്ങൾ കൊണ്ടുവരും. ഓൾഡ് ടൂൾസ് കൊണ്ടുവരും. കോയിൻസ്, അല്ലേ, പഴയ കാല കോയിനുകൾ. നമ്മൾ സ്കൂളിൽ ഒരു കോയിൻ കളക്ഷൻ നടത്തിയിരുന്നു, അല്ലേ. ഒരുപാട് കോയിനുകൾ വെച്ചിട്ടുള്ള ഒരു കളക്ഷൻ നടത്തിയിരുന്നു കഴിഞ്ഞ ഇയർ, അല്ല അതിന് മുൻപത്തെ ഇയർ ആയിട്ട്. നിങ്ങളെല്ലാവരും അത് കാണാൻ വന്നിട്ടുമുണ്ട്. ഓർമ്മയുണ്ടോ നിങ്ങൾക്കത്? അല്ലേ, അവിടെ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന കോയിനുകളാണോ കണ്ടിട്ടുള്ളത്? അല്ല, അല്ലേ. അത് ദാറ്റ് കോയിൻസ് ആർ യൂസ്ഡ് അവർ ഫോർ ഫാദേഴ്സ്. അല്ലെ, നമ്മുടെ മുതുമുത്തച്ഛന്മാരൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കോയിനുകൾ ഉണ്ടായിരുന്നു അതിൽ. അപ്പൊ നിങ്ങൾ ഒരുപാട് കോയിനുകൾ കണ്ടു. വ്യത്യസ്ത രീതിയിലുള്ള കോയിനുകൾ, ചതുരത്തിലുള്ള കോയിനുകളുണ്ട്, വട്ടത്തിലുള്ള ഇങ്ങനെ ഷേപ്പുകളിലുള്ള കോയിനുകളുണ്ട്. അതൊക്കെ കണ്ടു. ഒരുപാട് രാജ്യങ്ങളുടെ പഴയകാല കോയിൻസ് ഒക്കെ നിങ്ങൾ കണ്ടു. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് അവിടെയുള്ള നമ്മുടെ സുഹൃത്തായിട്ടുള്ള, അല്ലേ, നമ്മുടെ 4ാം ക്ലാസ്സിൽ, കഴിഞ്ഞ കൊല്ലം ഇപ്പം 6ാം ക്ലാസ്സിലാണ്,
6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളായിട്ടുള്ള ഷംലിയും, അതുപോലെ ഷംലിയെ നിങ്ങൾക്കറിയില്ലേ, ഷംലിയും പിന്നെ ഷാനിലും, അവനാണ് ഒരുപാട് കോയിനുകൾ കൊണ്ടുവന്നിട്ടുള്ളത് സ്കൂളിലോട്ട്. അവര് ആ കോയിനുകളെ കുറിച്ച് ഇങ്ങനെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഈ കോയിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഉപയോഗിച്ച കോയിൻ ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കോയിനുകൾ അവിടെയുള്ള എല്ലാവരെയും പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പോ ആ കോയിനുകൾ നമുക്ക് എന്താണ് നൽകിയത്? ഇൻഫർമേഷൻ അല്ലേ? എന്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ? അബൌട്ട് ദി പാസ്റ്റ് അല്ലേ? പഴയ കാലത്തെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് കോയിനുകൾ നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കുറച്ച് ചിത്രങ്ങൾ നോക്കിയാലോ? നോക്കൂ, ആദ്യത്തെ ചിത്രം നോക്കൂ അല്ലേ? എന്താണിത്? നിങ്ങൾ ഈ ചിത്രം ഇതിനു മുൻപ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഓക്കെ, എന്താണിത്? കലപ്പ അല്ലേ? കലപ്പയാണിത്. കലപ്പ എന്തിനാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അറിയുമോ? എന്തിനാണ്? നമ്മുടെ നിലം ഉഴുതുമറിയിക്കാൻ വേണ്ടി അല്ലെ? നിലം ഉഴുതുമറിയിക്കാൻ. നമുക്കിപ്പോ ഇത് കാണാൻ സാധിക്കുന്നുണ്ടോ നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് മുഴുവനായിട്ടും? ഇല്ല, നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം എന്താ? ഇപ്പോ ട്രാക്ടറുകളാണ് ഈ ഒരു ജോലി ചെയ്യുന്നത്. അപ്പോ ഈ ഒരു സാധനം കലപ്പ അല്ലെ, ഇത് പണ്ട് നമ്മുടെ മുതുമുത്തച്ഛന്മാര് യൂസ്ഡ് ചെയ്തിട്ടുള്ള അല്ലെ, ഉപയോഗിച്ചിട്ടുള്ള ഒരു ടൂളാണ്, അഗ്രികൾച്ചറൽ ടൂളാണ് കലപ്പ. പ്ലാക്ക്ഷെയർ എന്നാണ് പറയുക. എന്താണ് പേര്? പ്ലാക്ക്ഷെയർ. ഓക്കെ, നിലം ഉഴുതു മറിക്കുന്ന സാധനം, അതാണ് പ്ലാക്ക്ഷെയർ എന്ന് പറഞ്ഞാൽ. അപ്പൊ പ്ലാക്ക്ഷെയർ പറഞ്ഞു അല്ലെ? അപ്പൊ നമ്മൾ സ്കൂളിലോട്ട് ഒരു മ്യൂസിയം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പഴയ ടൂളുകൾ കൊണ്ടുവരാം, കോയിൻ കൊണ്ടുവരാം, പിന്നെ ഈ ഒരു പ്ലാക്ക്ഷെയർ കൊണ്ടുവരാം അല്ലേ? നിങ്ങളൊക്കെ കൊണ്ടുവരും. പിന്നെ ഓൾഡ് യുട്ടൻസിൽസ്. എന്താ ഓൾഡ് യുട്ടൻസിൽസ് എന്ന് പറഞ്ഞാല്? നോക്കൂ, ഈ ഒരു ചിത്രം നോക്കൂ. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലെ? പഴയ കാല പാത്രങ്ങളാണ് ഓൾഡ് യുട്ടൻസിൽസ്. പഴയകാല പാത്രങ്ങൾ കൊണ്ടുവരും. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും പഴയകാല, നിങ്ങളുടെ വല്യമ്മമാരും വല്യമ്മയുടെ ഉമ്മയും ഉപ്പയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള പഴയകാല പാത്രങ്ങൾ. ആ പാത്രങ്ങള് നിങ്ങൾ കൊണ്ടുവരും മ്യൂസിയത്തിലോട്ട്. പിന്നെ പാം ലീവ്സ് അല്ലെ? ചില വീടുകളിലൊക്കെ എന്തുണ്ടായിരിക്കും? താളിയോലകൾ ഉണ്ടായിരിക്കും. പിന്നെ അഗ്രികൾച്ചറൽ ടൂൾസ്, കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന പഴയകാല ടൂളുകൾ. ഇതൊക്കെയാണ് നമ്മൾ ഒരു സ്കൂളിലോട്ട്, ഒരു മ്യൂസിയത്തിലൊക്കെ. ഇത് മാത്രമല്ല, ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരും. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ ചിത്രം കാണിച്ചു തന്നില്ലേ, പ്ലാക്ക്ഷെയറിന്റെ ചിത്രം അല്ലേ? അതേപോലെ അടുത്തൊരു ചിത്രം നോക്കൂ. എന്താണ് ഈ ചിത്രം? ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? എന്താ ഇതിന്റെ പേരെന്താ? തൂക്ക് വിളക്കാണ് അല്ലെ? ലാമ്പാണ്. ആന്റിക് ലാമ്പ് എന്നാണ് ഇതിനെ വിളിക്കുക. എന്താണ്? ആന്റിക് ലാമ്പ്. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ലാമ്പാണ്, വിളക്കാണ്, തൂക്ക് വിളക്കാണ് ആന്റിക് ലാമ്പ്. ഓക്കെ, അപ്പൊ ആന്റിക് ലാമ്പ് ഉള്ള കുട്ടികൾ വീട്ടിലുണ്ടായിരിക്കും. പഴയ കാലത്ത് ഉപയോഗിച്ചുള്ള ആന്റിക് ലാമ്പുകൾ ഉപയോഗിച്ചുള്ള വീടുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അവര് സ്കൂളിലോട്ട് ഇത് കൊണ്ടുവരില്ലേ? കൊണ്ടുവരും. അടുത്തൊരു നോക്കൂ, ഇതെല്ലാവരും കണ്ടിട്ട് ഒരു പക്ഷെ ഇപ്പോഴും വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടാവും. ഈ ഒരു ചിത്രം നോക്കൂ. ഇതിന്റെ പേരെന്താ? എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. എന്താണ്? കിണ്ടി അല്ലെ? ഇതാണ് കിണ്ടി. അല്ലെങ്കിൽ അതിന്റെ കിണ്ടിയുടെ ഇംഗ്ലീഷ് വേർഡ് പിക്ചർ എന്ന് പറയും. എന്താണ്? പിക്ചർ. അപ്പോ ഇതും പഴയ സാധനങ്ങളല്ലേ? നമ്മുടെ മുതുമുത്തശ്ശന്മാർ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളാണ്. ഇനി നെക്സ്റ്റ് ഒന്ന് നോക്കൂ. ഈ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണിത്? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ലെ? ഏകദേശം നമുക്ക് കണ്ടാൽ മനസ്സിലാവും, വെള്ളത്തിൽ ഉപയോഗിക്കുന്ന സാധനമാണെന്ന് മനസ്സിലാകുന്നുണ്ട് അല്ലെ? അപ്പൊ ഇതെന്താണ്? ദിസ് ഈസ് ദ വാട്ടർ വീൽ. എന്താണ്? വാട്ടർ വീൽ. വെള്ളച്ചക്രമാണ് വെള്ളത്തിൽ ഉപയോഗിക്കുന്നത്. അതായത് പണ്ട് കാലങ്ങളിൽ
പാടങ്ങളിലൊക്കെ വെള്ളം തിരിച്ചു വിടുവാനും വെള്ളം അങ്ങോട്ട് പാട മേഖലകളിലോട്ടൊക്കെ എത്തിക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന വീലാണ് വാട്ടർ വീൽ അല്ലെ. ഇപ്പോഴെന്താണ് ഉപയോഗിക്കുന്നത്? മോട്ടറുകളാണ്. പൈപ്പ് വെച്ചിട്ടുള്ള മോട്ടറുകളാണ്. അടിച്ചാൽ പൈപ്പിലൂടെ ദം ഫോഴ്സിൽ വരും. ഈ സാധനം മോട്ടർ ഒന്നും പണ്ട് കാലത്തില്ല. അപ്പം അവര് അഗ്രികൾച്ചറിന് ഉപയോഗിച്ച ഒരു ടൂളാണ് ഏത്? ദ വാട്ടർ വീൽ. ഓക്കെ, അടുത്ത ചിത്രം നോക്കൂ. ഇതെന്താണ്? ഈ ഒരു ചിത്രം അല്ലെ, നമ്മുടെ വീട്ടില് പണ്ട് കാലങ്ങളിൽ വല്യമ്മമാരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. വിശറി. എന്താണ് വിശറി? ഓക്കെ, ഇതിന് ഇംഗ്ലീഷ് വേർഡും എന്താണ്? വിശറി എന്നത് തന്നെയാണ്. അപ്പോൾ വിശറി എന്താണ്? പണ്ട് കാലത്തെ ടൂളാണ്, അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ഫോർ ഫാദേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അപ്പൊ നമ്മൾ ഇത്രയും ഒബ്ജക്റ്റുകൾ നമ്മൾ കണ്ടു അല്ലെ. ഒരുപാട് ഒബ്ജക്റ്റുകൾ നമ്മുടെ പാസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് അല്ലെ, പാസ്റ്റ് ലൈഫിലത്തെ ഫോർ ഫാദേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പലതരം ഒബ്ജക്റ്റുകൾ നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഒബ്ജക്റ്റുകളെല്ലാം നമ്മൾ സ്കൂളിലോട്ട്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ അല്ലെ, നമ്മുടെ സ്കൂളിൽ ഒരു മ്യൂസിയം ഉണ്ടാക്കുകയാണെങ്കിൽ ആ മ്യൂസിയത്തിലോട്ട് നിങ്ങൾ എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടുവരും അതൊന്ന് ലിസ്റ്റ് ചെയ്യാം നമുക്ക് അല്ലെ. ഓക്കെ, നമുക്ക് ഹെഡിങ് കൊടുക്കാം. സ്കൂൾ മ്യൂസിയം. ഓക്കെ, സ്കൂളിൽ ഒരു മ്യൂസിയം ഉണ്ടാക്കുന്നു. നമുക്ക് എങ്ങനത്തെ സ്കൂൾ മ്യൂസിയത്തിലൂടെ പുതിയ സാധനങ്ങളാണോ വേണ്ടത്? എല്ലാം എന്താണ്? പഴയ കാല സാധനങ്ങളാണ് വേണ്ടത്. എന്തൊക്കെ സ്കൂൾ മ്യൂസിയത്തിൽ നമുക്ക് പഴയ കാല സാധനങ്ങൾ കൊണ്ടുവരാം? ഓക്കെ, അതൊന്ന് നോക്കൂ. എന്തൊക്കെ നമുക്ക് കൊണ്ടുവരാം? കോയിൻസ്. ഓക്കെ, ഒരാൾ പറഞ്ഞു എന്ത്? കോയിൻസ്, പഴയ കാല നാണയങ്ങൾ, ഓൾഡ് കോയിൻസ് കൊണ്ടുവരാം. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പാം ലീവ്സ് അല്ലെ, താളിയോലകൾ നമുക്ക് കൊണ്ടുവരാം. പിന്നെ എന്ത് കൊണ്ടുവരാം? അഗ്രികൾച്ചറൽ ടൂൾസ് അല്ലെ, കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷി. അഗ്രികൾച്ചറൽ ടൂൾസ് പണ്ട് കാലങ്ങളിൽ ആളുകൾ ഉപയോഗിച്ചിരുന്ന, കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന ടൂളുകൾ. അത് നമുക്ക് അഗ്രികൾച്ചർ ടൂളിന് എക്സാമ്പിൾ ആണ് ഇത്. പ്ലഗ്ഷെയർ ഒക്കെ, നമ്മുടെ കലപ്പ. ഓക്കെ, അതൊക്കെ ഇതിന് ഉദാഹരണം. അത് വേണമെങ്കിൽ നമുക്ക് താഴെ എഴുതാം. എന്ത്? പ്ലഗ്ഷെയർ. ഇതെന്താണ്? കലപ്പ. അഗ്രികൾച്ചറൽ ടൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ? കൃഷി ഉപകരണങ്ങളാണ്. ഓക്കെ, ഇനി ഇത് മാത്രമാണോ അല്ലെ? ഞാൻ വേറെ ചിത്രം കാണിച്ചിരുന്നു, പഴയ പാത്രങ്ങളുടെ ചിത്രങ്ങള്, പഴയ കാല വീട്ടു ഉപകരണങ്ങള്. അതാണ് എന്ത്? ഓൾഡ് യുട്ടൻസിൽസ്. എന്താണ്? ഓൾഡ് യുട്ടൻസിൽസ്, പഴയ കാല പാത്രങ്ങള്. പഴയകാല പാത്രങ്ങൾ, ഓൾഡ് യുട്ടൻസിൽസ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്ത്? പിക്ചർ അല്ലെങ്കിൽ കിണ്ടി അല്ലെ, കിണ്ടി അല്ലെങ്കിൽ പിക്ചർ എന്ന് പറയും, പിക്ചർ. ഓക്കെ, പിന്നെ വിശറി. ഓക്കെ, വിശറി നമുക്ക് കൊണ്ടുവരാം. പിന്നെ എന്തൊക്കെ ടൂളുകളാണ്? പിന്നെ എന്തൊക്കെ കൊണ്ടുവരാം മക്കളെ? നമ്മളിപ്പോൾ അത്രയും പറഞ്ഞു വെച്ച് പിക്ചർ പറഞ്ഞോണ്ട് വാട്ടർ വീൽ അല്ലേ, വാട്ടർ വീൽ ഉണ്ടാവും. ഓക്കെ, വാട്ടർ വീൽ. ഓക്കെ, ഇപ്പൊ എത്രയായി അല്ലെ? ഒരുപാടായി. അപ്പൊ ഇത്രയും സാധനങ്ങൾ. പിന്നെ ഒന്നുകൂടി ഒരു വിളക്ക് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. എന്താണ്? ആന്റിക് ലാമ്പ്. ആന്റിക് ലാമ്പ് പഴയകാല വിളക്കാണ്, തൂക്ക വിളക്ക്, ആന്റിക് ലാംപ്സ്. അപ്പൊ ഇത്രയും സാധനങ്ങൾ നമുക്ക് സ്കൂൾ മ്യൂസിയത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചോദിക്കാം, നമ്മളൊരു മ്യൂസിയം ഉണ്ടാക്കുകയാണ് അല്ലെ, ഒരു മ്യൂസിയം ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ അതിലോട്ട് ഉൾപ്പെടുത്താം എന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാം അല്ലെ? ഓൾഡ് കോയിൻസ്, പാം ലീവ്സ്, ഓൾഡ് അഗ്രികൾച്ചറൽ ടൂൾസ്, പ്ലാറ്റ്ഷെയർസ്, ഓൾഡ് യുട്ടൻസിൽസ്. യുട്ടൻസിൽസ് ആണ് കേട്ടോ. ഓക്കെ, യുട്ടൻസിൽ
യുട്ടൻസിൽസ്. ഓക്കെ, പഴയകാല പാത്രങ്ങൾ, കിണ്ടി, വിസറി, വാട്ടർ വീൽ, ആന്റിക് ലാംപ്സ്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, സ്കൂൾ മ്യൂസിയത്തിലോട്ട് കൊണ്ടുവരാം. ഇതെല്ലാം എന്താണ്? ദീസ് ഓൾ ഒബ്ജക്റ്റ് അല്ലെ, ഇതെല്ലാം ഒബ്ജക്റ്റുകളാണ്. ദീസ് ആർ ഓക്കെ, എന്താണ്? ദീസ് ആർ ഓൾ ഒബ്ജക്ട്സ്. ഇതെല്ലാം എന്താണ്? ഒബ്ജക്റ്റുകളാണ്. ഓർ ദ മെറ്റീരിയൽസ്, മെറ്റീരിയലുകളാണ്. ദാറ്റ് വേർ യൂസ്ഡ് അവർ ഫോർ ഫാദേഴ്സ്, നമ്മുടെ മുതുമുത്തച്ഛന്മാർ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളാണ്. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് എഴുതാം അല്ലെ. ദീസ് ഓൾ ആർ ദ ഒബ്ജക്ട് ദാറ്റ് വേർ യൂസ്ഡ് അവർ ഫോർ ഫാദേഴ്സ്. ഇതെല്ലാം ഒബ്ജക്റ്റുകളാണ്, നമ്മുടെ മുതുമുത്തച്ഛന്മാർ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളാണ്. ഓക്കെ, അത് മനസ്സിലായില്ലേ? എന്തിനു വേണ്ടിയാണ് ഈ സാധനങ്ങളൊക്കെ നമുക്കറിയാം. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ എടുത്തു വെക്കുന്നത്? ഫോർ വാട്ട് പർപ്പസ്? ബിക്കോസ് ഇറ്റ് ഗിവ്സ് ദ വാല്യുബിൾ ഇൻഫർമേഷൻ അബൌട്ട് ദ പാസ്റ്റ്. ഇറ്റ് ഗിവ്സ് ദ വാല്യുബിൾ ഇൻഫർമേഷൻ അബൌട്ട് ദി പാസ്റ്റ്. ഇത് നമുക്ക് പാസ്റ്റിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നു അല്ലെ. ഏത് കാലത്താണ് ഇത് ഉണ്ടായിരുന്നത്, എങ്ങനെയായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത്, ഇത് ഇങ്ങനെയൊക്കെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നൊക്കെ നമുക്ക് പാസ്റ്റ് കാലങ്ങളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നു അല്ലെ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇങ്ങനത്തെ സാധനങ്ങൾ, പഴയകാല ടൂളുകള്, പഴയകാല ലാമ്പുകള്, പഴയകാല അഗ്രികൾച്ചർ ടൂളുകൾ, ദീസ് ഓൾ ആർ പ്രിസർവ് അല്ലെ. നമ്മളെല്ലാവരും ഇതെന്ത് ചെയ്യണം? പ്രിസർവ്ഡ് ചെയ്യണം അല്ലെ. നമുക്ക് എല്ലാവരും സംരക്ഷിക്കണം. എന്തിനു വേണ്ടിയാ? ഇറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് വാണ്ട് ടു ഫോർ അവർ കമ്മിങ് ജനറേഷൻ, നമുക്ക് ശേഷം വരുന്ന ജനറേഷന് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഈ പാത്രങ്ങളും ഇതെല്ലാം നമുക്ക് അവർക്ക് കൈമാറണം. ആൻഡ് ദേ വേർ സ്റ്റഡി, അവർ പഠിക്കട്ടെ എന്ത്? അബൌട്ട് ദി പാസ്റ്റ് അല്ലെ, പഴയ കാലത്തെ കുറിച്ച് അവരും പഠിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം പ്രിസർവ് ചെയ്യണം. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഓക്കെ.